ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അപ്പോൾ ഇത് എൻ്റെ മാംഗ്ലൂർ യാത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ അവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല മഴയായതുകൊണ്ട് തന്നെ പോകുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ബൈക്കിൽ ട്രെയിൻ മിസ്സാവോ എന്നുള്ള തരത്തിൽ ഓടിയതായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അയ്യോ, മിനിറ്റുകൾക്ക് ട്രെയിൻ എടുക്കും എന്നുള്ള വിധത്തിലായിരുന്നു ഷടേപ്പടയിൽ എത്തി. വേഗം ട്രെയിനിൽ ശരിയായിട്ടൊക്കെ ആയിട്ട് തന്നു. എനിക്ക് അപ്പർ ബർത്തായിരുന്നു കിട്ടിയിരിക്കുന്നത് കേട്ടോ. സൈഡ് അപ്പർ ആയതുകൊണ്ട് ഫുൾ കംഫർട്ടബിളായിരുന്നു. ശരിയായിട്ട് എനിക്ക് ബാഗൊക്കെ വെച്ച് തന്നു. ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ പോയത്. ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങിയതിനനുസരിച്ചിട്ട് ഞാനും വേഗം തന്നെ ഉറങ്ങി. നാളെ മാംഗ്ലൂർ എത്തിയിട്ട് പണിയുള്ളതല്ലേ. യെസ്, അങ്ങനെ രാവിലെ ആയി. ഈ ട്രെയിൻ ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് മാംഗ്ലൂർ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം വസ്തു മാംഗ്ലൂർ സ്റ്റേഷനിൽ ഞാൻ എത്തി. ഈ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങിയ സമയം മുതൽ ഫുൾ നൊസ്റ്റു ഇങ്ങനെ ഓരോന്ന് തള്ളി തള്ളി കയറി വരുമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കോളേജ് ലൈഫ് മൊത്തം, പിന്നെ ആദ്യമായിട്ട് വർക്ക് ചെയ്തതും എല്ലാം മാംഗ്ലൂരിലാണ്. അപ്പം നാട്ടിലേക്ക് എന്തെങ്കിലും ലീവ് കിട്ടിയാൽ ഓടിച്ചാടി പോവുമായിരുന്നു. അങ്ങനെ ട്രെയിൻ എടുക്കുമ്പം കയറിയ ദിനങ്ങൾ, ട്രെയിന് മാറിക്കയറിയ ദിനങ്ങൾ, അങ്ങനെ ലേറ്റായിട്ട് ട്രെയിനിൻ്റെ വന്ന് എൻ്റെ ക്ലാസ് മിസ്സായ ഡേയ്സ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈ സ്റ്റേഷനെ പറ്റി ആലോചിക്കാൻ ഒരുപാട്, എത്ര പേരോട് യാത്ര ചെയ്തിട്ടുണ്ട്. ട്രെയിൻ യാത്രകൾ, ഓരോ ട്രെയിൻ യാത്രകൾ, ഓരോ സ്റ്റോറീസ്, പിന്നെ ഒരുപാട്. ഹോട്ടലിലെത്തി കേട്ടോ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ കംഫർട്ടബിളാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ച കോളേജിൻ്റെ അതേ അവരുടെ തന്നെ ഹോട്ടലായതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സാം ഡ്യൂട്ടിക്ക് വേണ്ടിയായിരുന്നു. എനിക്കവിടെ എക്സ്റ്റേണലായിട്ടിട്ട് കുട്ടികൾ വൈവ് എടുക്കാൻ അങ്ങനെ എനിക്ക് അവിടെ കിട്ടിയതുകൊണ്ട് അങ്ങനെ പോയി. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പഠിപ്പിച്ച ടീച്ചേഴ്സ്, നമ്മുടെ ക്യാമ്പസ് എല്ലാം അറിയുന്ന ആൾക്കാർ. സോ അതിൻ്റെ അതുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേയിൽ. അങ്ങനെ ഈ സുന്ദര കുട്ടിയായി ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കോളേജിലേക്കാണ് കേട്ടോ. ആക്ച്വലി കോളേജിൻ്റെ നമുക്ക് ബസ്സൊക്കെ ഉണ്ടായിരുന്നു, വെഹിക്കിൾ ഫെസിലിറ്റിയൊക്കെ. പക്ഷേ ഞാൻ അറിയുന്ന സ്ഥലമാണല്ലോ, പിന്നെ ഞാൻ മെല്ലെയാണ് കുളിയൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ മഴ ഉണ്ടായി എന്നാലും അല്ല. പക്ഷേ എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് പഴയ ബസ് സ്റ്റോപ്പൊക്കെ മാറിയോ, ബസ്സൊന്നും നിർത്തുന്നില്ല, എല്ലാവരും മറന്നുപോയ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ബസ് കിട്ടിയത്. അങ്ങനെ ഞാൻ കോളേജിലെത്തി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കാണുന്ന അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യാൻറ്റീനൊക്കെ ആയിരുന്നു. പക്ഷേ ഈ അമ്പലം വന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കോളേജിൻ്റെ ഫൗണ്ടറുടെ ഡ്രീമായിരുന്നു ഇവിടെ ഒരു അമ്പലം വേണമെന്നുള്ളത്. അങ്ങനെ അയാളിപ്പോൾ ഇല്ല. അങ്ങനെ അവർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഐ തിങ്ക് 25 yearsന് ശേഷമാണ് അവരിത് കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷെ ഒരു നല്ല വൈബായി, ഒരു പോസിറ്റീവ് വൈബായിരുന്നു കോളേജിനുള്ളിൽ കേട്ടോ. അങ്ങനെ കോളേജിലെത്തി ഞാൻ എല്ലാവരെയും കണ്ടു. വരാതെ കൂടെ ഇങ്ങനെ നടന്നു. ഇവിടെ ലൈറ്റായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാലം ആയാലും ഇവിടെ ഈ ചെടികളൊക്കെ നല്ല കട്ട് ചെയ്ത് നല്ല പണി നടക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് അങ്ങനെ സക്സസ്ഫുള്ളി എക്സാം കംപ്ലീറ്റഡ് ആയി. അങ്ങനെ ഇപ്പോൾ MT ലാബാണ്. ഈ ലാബ് ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫാർമസ്യൂട്ടിക്സിൻ്റെ ലാബായിരുന്നു കേട്ടോ. ഈ ലാബിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാം ചെയ്തത് ഇതിൻ്റെയാണ്. ഞാൻ നിൽക്കുന്ന പോലെ അങ്ങനെ പല മെമ്മറീസാണ് എനിക്കിവിടെ ഓരോ കോണിൽ നിന്ന് എനിക്ക് കിട്ടി. ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാൻ ആദ്യം തന്നെ പോയത് ലൈബ്രറിയിലാണ് കേട്ടോ. ഞങ്ങളുടെ ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ പീസ്ഫുള്ളായ ഒരിടമാണ്. ലൈബ്രറി പോയപ്പോൾ എല്ലാവരോടും സംസാരിച്ചു. എല്ലാവരും പഴയ ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും എന്നെ കണ്ടപ്പോൾ വേഗം മനസ്സിലായി എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എക്സാം ഡ്യൂട്ടിക്കൊക്കെ വന്നതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അധികം ഞാൻ നിന്നില്ല. പിന്നെയും പുറത്തിറങ്ങി കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ രമണീയത ആസ്വദിച്ച് കുറച്ച് നിന്നു. പിന്നെ ഞാൻ പോയത് ഈ കാണുന്നത് ഞാൻ M.Pharm ചെയ്തത്. M.Pharm ഫസ്റ്റ് ചെയ്തത് സെമിനാർ സെയിം ക്ലാസ് ആയിരുന്നു. ഇതായിരുന്നു ക്ലാസ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻസിൻ്റെ എക്സാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കോളേജിൻ്റെ വെഹിക്കിളൊന്നും വെയിറ്റ് ചെയ്തില്ല. കാരണം ഞാൻ രാവിലെ എത്തിയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. മഴ പെയ്തതിനും പ്രാർത്ഥിച്ചാണ് പോകുന്നത്.
എന്താ കുടയൊന്നും തുറക്കാനൊന്നും വയ്യ, മഴ പെയ്താൽ ആകെ അകലങ്കോലാവുമല്ലോ. അങ്ങനെ ഇവിടെ ഷെയർ ഓട്ടോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5-6-7 പേരെയൊക്കെ ഒരു ഓട്ടോയിൽ കൊള്ളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറി ആളെ വെയിറ്റ് ചെയ്യാണ്. ഇത് നേരെ കൊണ്ടുപോയി ഞങ്ങളുടെ കോളേജ് കുന്നിൻ്റെ മുകളിലാണ്. ഈ ഓട്ടോയാണ് ഞങ്ങളുടെ ഏതൊരു ആശ്രയം. അങ്ങനെ ഞാൻ താഴെ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു ബസ് കിട്ടും കേട്ടോ. അങ്ങനെ നേരെ ബസ് കയറി ഹമ്പൻഘട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഹോട്ടലിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ കാഴ്ചകളും കണ്ട് മെല്ലെ അങ്ങോട്ട് നടക്കാമെന്ന്. ഹോട്ടലിലേക്ക് എത്താറായി. ഈ ഹോട്ടലിന് രാവിലെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല, കാരണം ആകെ തിരക്ക് പിടിച്ചാണല്ലോ വന്ന് കയറിയതും പോയതൊക്കെ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നേരം ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇപ്പം നല്ല പുറത്തൊക്കെ നല്ല മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും അങ്ങനെ കോളേജിൻ്റെ ഹോട്ടലായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കംഫർട്ടബിളാണ്. അങ്ങനെ എത്തി നേരെ റൂമിലേക്ക് പോയി. ഡോറ് തുറക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഡോറ് കാണുമ്പോൾ തന്നെ ഒരു പഴയ സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ അതിൽ റൂമൊക്കെ ഓക്കെയാണ്, കംഫർട്ടബിളാണ്, നീറ്റാണ്. രാവിലെ കാണിച്ചൊന്നുണ്ടായില്ലേ. അങ്ങനെ എന്നെ നോക്കി ഞാൻ ഫുൾ ടയേർഡായിട്ടാണുള്ളത്. ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടി ഞാൻ വേഗം തന്നെ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടോ. നല്ല ചൂട് കൊടുത്ത് കുളിച്ചപ്പോൾ തന്നെ ഒരു നല്ലൊരു എനർജിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വിശപ്പ്, അങ്ങനെയാണ് വരുമ്പോൾ കൊണ്ടുവന്ന് കടലമുട്ടായി കഴിച്ചു. അത് എന്നിട്ട് പിന്നെയും വിശപ്പ് മാറാത്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചുക്കിയും കൂടെ കഴിച്ചു കേട്ടോ. ഇതൊക്കെ കഴിച്ച് ഞാൻ നല്ലോണം ഉറങ്ങി. ലേറ്റായി എഴുന്നേക്കാൻ തന്നെ, പിന്നെ ഫുഡ് കിട്ടില്ലല്ലോ. അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എഴുന്നേറ്റു, ഡ്രസ്സൊക്കെ ചെയ്തിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ താഴത്തെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു സിറ്റി സെൻറ്ററിൽ മുകളിലേക്ക് പോകാമെന്ന്. ആക്ച്വലി വരുമ്പോൾ കുറേ പ്ലാനുകളായിട്ടാണ് വന്നത്, പക്ഷേ ഈ മഴയും ടയർഡ്നെസ്സും എല്ലാം ചതിച്ചു. ഞാനിപ്പോൾ നേരെ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്ക് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം CC ഇവിടെയാണ്. ഞങ്ങൾ ചുമ്മാ കറങ്ങാനൊക്കെ ഒരു പണിയില്ലാത്തപ്പോൾ വെറുതെ വന്നിരിക്കാറുണ്ടായിരുന്നു ഫുഡ് കോർട്ടിൽ. അങ്ങനെ ലോട്ട്സ് ഓഫ് മെമ്മറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴാ ഒരു കമ്പനി മിസ് ചെയ്യുന്നു കേട്ടോ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കടയിലേക്കും അടിച്ചു കയറാനൊരു സുഖമാണ്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ ഫ്ലോറിലൊന്ന് കറങ്ങി എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മന്ത്ലി ഒരു 2 or 3 എന്തായാലും വിസിറ്റ് ചെയ്യുന്ന സ്പോട്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് എന്താ ആവശ്യമായിക്കോട്ടെ എന്തും ഇവിടെ കിട്ടും. പിന്നെ എന്തോ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ, അതായത് കോളേജ് കുറച്ച് ദൂരെയാണല്ലോ ടൗൺ സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന ഒരു എൻജോയ്മെൻറ്റും പിന്നെ മാംഗ്ലൂർ വന്ന് ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് CC വിസിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിപ്പോൾ മാംഗ്ലൂരിൽ പഠിക്കുന്ന അറിയില്ല ഞങ്ങളുടെ ജൂനിയേഴ്സിനും ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കും എല്ലാം എന്താ തോന്നുന്നതെന്ന്. എനിക്കും ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച എല്ലാവർക്കും ഒരുവിധം അങ്ങനെയായിരുന്നു. ഞങ്ങൾ വെറുതെ CC പോകാമെന്ന് പറഞ്ഞ് പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഡിസ്പ്ലേയിലിട്ട സാധനങ്ങളും നോക്കുക. പിന്നെ ഉള്ളിൽ കയറണം എന്നുള്ള തോന്നൽ ഇതുവരെ വന്നിട്ടില്ല. അതാ കാണുന്ന ബാഗൊക്കെ എന്നെ ആകർഷിച്ചെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു അടുത്ത ഫ്ലോറിലേക്ക് പോവാന്ന്. കാരണം ഓരോ ഫ്ലോർ എൻജോയ് ചെയ്തല്ലോ. എന്തായാലും സ്പാറിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. സ്പാർ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാ ഷോപ്പിലും 50% ദിസ് നോട്ട് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നെ എവിടെയും കാര്യമില്ല. അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്ന് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് കേട്ടോ ഫുഡ് കോർട്ട് കയറിയത്. പക്ഷേ എനിക്ക് വേണ്ടുന്നത് എന്തോ എൻ്റെ ബാഡിലൊക്കെ ആയിരിക്കണം, എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്താണെന്ന് വിചാരിച്ചു രാത്രി എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ ഐഡിയൽ ഐസ്ക്രീമോ അങ്ങനെയൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. ഫുഡ് കോർട്ട് നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പാറിലേക്കാണ് കേട്ടോ. അപ്പോൾ സ്പാറിൽ കയറി എന്തൊക്കെയാണ് റീസെൻ്റ് ഓഫേഴ്സ് വേണമെങ്കിൽ എന്തെങ്കിലും ആകർഷിച്ചാൽ വാങ്ങിക്കാം എന്നുള്ളതൊക്കെ ആണ് ഞാൻ കയറാൻ പോകുന്നത്. നോക്കാം എന്താണെന്നറിയില്ല. എവിടെയും കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കുർത്തീസിനായിക്കോട്ടെ, ഏത് ടൈപ്പ് ഡ്രസ്സസിനായിക്കോട്ടെ, പിന്നെ നോൺ സ്റ്റിക്ക് വെസൽസ്, അങ്ങനെ ഓരോ സെക്ഷനിലും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അധികം വലിയ ബാഗില്ല, ഞാൻ കൊണ്ടുവന്ന ലഗേജ് തന്നെ ഉണ്ട് ഒരു ബാഗ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുമാണല്ലോ. അങ്ങനെയാണ് വെറുതെ ഇങ്ങനെ നടന്നു എല്ലാം കണ്ടു കേട്ടോ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ഇവർ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് തന്നെ ഒന്നും കൂടെ മാറ്റിയിട്ടുണ്ട്. അത് അവർ ഇങ്ങനെ മാറ്റും ഇടയ്ക്കിടയ്ക്ക്. അവിടെ പോകുമ്പോഴും അറേഞ്ച്മെൻറ്റ്സിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ടാവും. ഈ അറേഞ്ച്മെൻറ്റ്സ് എനിക്കിഷ്ടമാണ് കേട്ടോ. എന്തായാലും നല്ലതുണ്ട്.
അങ്ങനെ ഒന്നും വയ്യാതെ ആ സ്പാന്ന് ഇറങ്ങുകയാണ്. കാരണം അധികം ലേറ്റ് ആയില്ല, ഫുഡൊന്നും കിട്ടില്ലല്ലോ. എന്ത് കഴിക്കണം എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഐസ്ക്രീം കഴിക്കണോ, ബിരിയാണി കഴിക്കണോ? അങ്ങനെയാണ് നേരെ നടന്നു ഇതേ മുംബൈ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. ഇവിടെയായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിക്കാറ്. നല്ല ബിരിയാണിയും ഇവിടുത്തെ ഷവർമ പൊടിയാണ് കേട്ടോ. അങ്ങനെ അവിടത്തേക്ക് പോയി. ഈ ഹോട്ടൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഹമ്പൻഘട്ടിലാണ്. ആ ഒരു ജംഗ്ഷനിൽ മിലാഗരിസ് ചർച്ചിൻ്റെ അടുത്തായിട്ട് വരും. അങ്ങനെ ഹോട്ടലെത്തി. താഴെ ഇരുന്നില്ല, നേരെ മേലത്തേക്കാണ് വന്നത്. പക്ഷെ മേലെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു, എനിക്ക് കാണാമല്ലോ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ രാത്രി ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ബാംഗ്ലൂർ പോലെ അല്ല, പിന്നെ മഴയല്ലേ, അതുകൊണ്ട് ആൾക്കാരൊന്നും പുറത്തിറങ്ങുന്നുണ്ടാവില്ല. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. അപ്പോൾ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഷവർമയും ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ബിരിയാണി എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഷവർമ അന്നും ഇന്നും ഒരുപോലെ തന്നെ, അതിൻ്റെ രുചി ഒന്നും പറയാനില്ല എനിക്ക്. പിന്നെ അങ്ങനെ ആസ്വദിച്ച് അങ്ങ് കഴിച്ചു കേട്ടോ. ആസ്വദിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു ഡിലേ വന്നു. പിന്നെ ഷവർമ കഴിച്ചപ്പോൾ എനിക്ക് ബിരിയാണി അങ്ങ് പോകുന്നുണ്ടായില്ല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന മാക്സിമം ഞാൻ കഴിച്ചു. ഇപ്പം ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റോഡൊക്കെ നല്ല ശാന്തമാണ്, സൈലൻ്റാണ്. ചെറിയ പേടിയുണ്ടോയെന്ന് വെച്ചാൽ ചെറിയ തരത്തിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്ട്രോങ് ആണ്, ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. കാരണം ആ ഒരു റൂമിലേക്ക് പോകുന്നത് ഒരു നിഗൂഢതയായിരുന്നു. അങ്ങനെയാണ് റൂമിലെത്തി ഗൈസ്. ഒന്ന് ഫ്രഷായി. പിന്നെയും സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കളയാം, രാവിലെ പോണല്ലോ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ ബൈ ബൈ, ലവ് യു ഓൾ.